നിങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും വരുന്നൊരു വാർത്ത ശ്രദ്ധിച്ചു കാണും. മദ്രാസ് ഹൈക്കോടതിന്റെ മധുര ബെഞ്ചില് അവിടെയുള്ളൊരു സീനിയർ ജഡ്ജ് GR സ്വാമിനാഥൻ, ഇദ്ദേഹം ബ്രാഹ്മണ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടതാണ്. സനാതന ധർമ്മം അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു RSSന്റെ ഒരു വിങ് ഉണ്ട്. അദ്ദേഹം ജഡ്ജ് ആവുന്ന അതിൽ വളരെ ആക്റ്റീവായിരുന്നു. ഈ ലോയേഴ്സിന്റെ തമിഴ്നാട്ടിലുള്ള സനാതന RSS ഗ്രൂപ്പിന്റെ ഒക്കെ നേതാവായിരുന്നു. അതിനുശേഷം ഇദ്ദേഹം ജഡ്ജായി. ഇദ്ദേഹം സ്ഥിരമായിട്ട് സനാതനധർമ്മം, വേദ, വേദിക് ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനും ഹൈലൈറ്റ് ചെയ്യാനും ഏതൊക്കെ അവസരം കിട്ടുന്ന ആ അവസരത്തിൽ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ മാറ്റർ ആയിട്ടൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അത് കോടതിയിലല്ല, ഈ കോടതിക്ക് പുറത്താണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകളിൽ ഒരു പ്രസ്താവന ഞാൻ പറയാം. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കണം, ഇദ്ദേഹം ഈ പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ്, അത് മദ്രാസിലെ ഏകദേശം 3 വർഷം മുമ്പ് ഈ സനാതന ധർമ്മത്തിന്റെ ഒരു കോൺഫറൻസിൽ, ഒരു മീറ്റിംഗില്, സെമിനാറില് ഇദ്ദേഹം മുഖ്യ പ്രഭാഷണം നടത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ ആസ് ഇറ്റ് ഈസ് മലയാളത്തിൽ പറയുകയാണ്. ഇദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം ഈ പറയുന്ന ബ്രാഹ്മണ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സിസ്റ്റർ അമേരിക്കയിൽ നിന്നും വരുന്നു. അപ്പൊ അവർക്ക് അത്യാവശ്യമായിട്ട് കുട്ടിയുണ്ട്. അവർക്ക് അത്യാവശ്യമായിട്ട് അമ്പലത്തിൽ പോകേണ്ട ഒരു സന്ദർഭം ഉണ്ടായി. അതിനടുത്ത് ചെന്നൈക്കടുത്ത് ഈ അമ്പലത്തിലോട്ട് പോകുന്ന വഴിയില് ഈ സ്ത്രീയാണ് വണ്ടി ഓടിച്ചത്. ഈ അമേരിക്കയിൽ നിന്ന് വന്ന ഇദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ പെങ്ങൾ, ആ സ്ത്രീയാണ് ഈ വണ്ടി ഓടിച്ചത്. അപ്പൊ അവരുടെ തെറ്റായ ഡ്രൈവിംഗ് കൊണ്ട് ആക്സിഡന്റിൽ ഒരാൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞപ്പോഴ് അവർക്ക് അമേരിക്കയിൽ പോവുകയും ചെയ്യണം. അവരുടെയാണ് മുഴുവൻ തെറ്റ്. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ സുഹൃത്തായ ഈ തെറ്റ് ചെയ്ത ആ സ്ത്രീയുടെ ബ്രദർ ഈ കുറ്റം ഏറ്റെടുത്തു. അതായത് അയാളാണ് ഈ വണ്ടി ഡ്രൈവ് ചെയ്തത്, അവരല്ല. അതുകൊണ്ട് അയാളാണ് കുറ്റക്കാരൻ എന്ന് പറഞ്ഞ് ഈ തെറ്റ് അയാൾ ഏറ്റെടുത്തു. അപ്പൊ ഏറ്റെടുത്ത ഇയാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല. അപ്പൊ ഇയാളുടെ ചാർജ് ഷീറ്റ് എല്ലാം നോക്കിയിട്ട് ഇയാൾ പറഞ്ഞു, അതായത് നമ്മുടെ ഈ പറയുന്ന GR സ്വാമിനാഥൻ ഇയാളോട് പറഞ്ഞു, നിങ്ങൾക്ക് 18 വർഷത്തോളം തടവ് കിട്ടാവുന്ന ശിക്ഷയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അതായത് റെക്കലെസ് ആയിട്ട് വണ്ടി ഓടിച്ചു, അത് ലൈസൻസും ഇല്ല, ഒരാളെ കൊന്നു. അപ്പൊ ഈ കാര്യം നിങ്ങൾക്ക് 18 വർഷത്തെ തടവ് ശിക്ഷയാണ് ഇതിൽ കിട്ടുന്നത്. ഇതെല്ലാം പറഞ്ഞിട്ട് ഇയാൾ പറയുകയാണ്, ഈ കേസ് കോടതിയിൽ വന്നു. ഈ സാക്ഷികൾക്കൊന്നും ഈ പറയുന്ന ഇയാളുടെ സുഹൃത്തിനെ തിരിച്ചറിയാൻ പറ്റിയില്ല ആരാണ് വണ്ടി ഓടിച്ചത്. ഒന്ന്. രണ്ടാമത്, ഇയാളെ ആ കോടതി വെറുതെ വിട്ടു. അപ്പൊ ഇയാൾ പറയുന്നത് സനാതനധർമ്മവും വേദിക്കിനെയും വിശ്വസിച്ചതുകൊണ്ടാണ് ഇയാളുടെ സുഹൃത്തിന് ഇതിൽ നിന്നുമെല്ലാം, അതായത് ശിക്ഷാവിധിയിൽ നിന്നും, യഥാർത്ഥ ശിക്ഷ ചെയ്തയാളാണ്, അതിനകത്തുനിന്ന് റിലീഫ് കിട്ടിയത്. അതുകൊണ്ട് എല്ലാവരും സനാതനധർമ്മത്തെ, മൂല്യത്തെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അതിനെ പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഇത് പ്രൊട്ടക്ട് ചെയ്യും. ഇതാണ് ഇയാൾ ഈ പറഞ്ഞ പ്രസംഗം. അതായത് ഫുള്ളായിട്ടൊന്ന് നോക്കുവാണെങ്കിൽ, ആ പ്രസംഗം നോക്കുവാണെങ്കിൽ, ഇയാള് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥക്കെതിരെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സനാതനധർമ്മം, അതിൻ്റെ അകത്ത് ഒരാളെ കൊണ്ട് വണ്ടി ഇടിച്ചു കൊന്നു തെറ്റായിട്ട്, എന്നിട്ട് ഡ്രൈവറെ മാറ്റിയിട്ട് വേറെ ആള് ഡ്രൈവർ ആകുന്നു, എന്നിട്ട് അവരെ തിരിച്ചറിയുന്നില്ല, കോർട്ട് ഈ കേസ് തള്ളിക്കളയുന്നു. എന്നിട്ട് ഈ കിഴങ്ങൻ പറയുന്നത് ഇത് സനാതനധർമ്മത്തിന്റെ പേരില് ആണ് ഇളവ് കിട്ടിയത്. ഇതാണ് സംഭവം. എന്നിട്ട് നിങ്ങളിത് കേട്ടിട്ട്, തമിഴിൽ നിന്ന് വീഡിയോ ഒക്കെ എല്ലായിടത്തും കറങ്ങാനൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. ഇതിനോട് എനിക്ക് യോജിക്കാൻ കഴിയത്തില്ല. കാരണം ഇയാള് ഈ GR സ്വാമിനാഥൻ എന്ന് പറയുന്ന ക്ലീൻ ആയിട്ടുള്ള കറപ്ഷനൊന്നും ഇല്ലാത്ത ഒരു ജഡ്ജാണ്. പക്ഷെ ഇയാൾ അതിഭയങ്കരമായിട്ട് ഇയാളുടെ വീട്ടിൽ പോലും
ബ്രാഹ്മണരല്ലാത്ത ഒരാളെ കയറ്റില്ല അയാളുടെ വീട്ടിനകത്ത്. അവർക്ക് മറ്റുള്ളവരാണ് പുറത്ത് വേറെ എവിടെയെങ്കിലും വന്ന് നിന്നുവേണം. അതായത് അൺടച്ചബിലിറ്റിയെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് ഈ GR സ്വാമിനാഥൻ. ആലോചിച്ച് നോക്കണം. അപ്പം ഇയാൾ അത്ര നല്ല ഗുണമുള്ള ജഡ്ജിയാണെങ്കിലും ഇപ്പുറത്ത് ഈ പരിപാടിയും കൂടെ ഉണ്ട്. പിന്നീട് ഇദ്ദേഹം പറയുന്നത്, മറ്റുള്ള പല മീറ്റിങ്ങുകളൊക്കെ പറയുന്നത്, ഇത് പബ്ലിക്കായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെയാണ്. നിങ്ങൾ ക്രിസ്ത്യൻ സ്കൂളിൽ പഠിക്കാൻ പോകരുത്. പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളെ അവരെ കൺവേർട്ട് ചെയ്യും. നിങ്ങൾ ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആശുപത്രികളിൽ പോകരുത്. അത് നിങ്ങളെ അവർ ല്യൂർ ചെയ്ത് നിങ്ങളെ അവർ കൺവേർട്ട് ചെയ്യും. അതായത് കൺവേർഷൻ നടക്കുന്നത് പണം കൊടുത്തും ഇങ്ങനെ ല്യൂറും ചെയ്താണ് നടക്കുന്നത്, ഫോഴ്സ്ഫുൾ ആയിട്ടാണ് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്തു. സൂയിസൈഡ് ചെയ്തപ്പോൾ തമിഴ്നാട് പോലീസ് അതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് പറഞ്ഞു, അപ്പൊ ഇവരുടെ ഈ പെൺകുട്ടിയുടെ ആരും അവിടെ ഈ BJP ആയിട്ട് ബന്ധപ്പെട്ടവർ പറഞ്ഞു ഈ പെൺകുട്ടിയെ നിർബന്ധിത മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കുട്ടി സൂയിസൈഡ് ചെയ്തത്. ശ്രദ്ധിച്ച് കേട്ടോണം ഈ സ്റ്റോറി. അത് കഴിഞ്ഞിട്ട് ഇതിനെപ്പറ്റി തമിഴ്നാട് പോലീസ് അന്വേഷണം നടത്തി. അത് കഴിഞ്ഞ് കോർട്ടിൽ വീണ്ടും, അതായത് ഇയാളുടെ ബെഞ്ചിൽ വീണ്ടും ഈ കേസ് വന്നു കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു ഇത് നിർബന്ധിച്ച് ആ പെൺകുട്ടി മതപരിവർത്തനം നിർബന്ധിച്ചതിന്റെ പേരിലാണ് ആ പെൺകുട്ടി സൂയിസൈഡ് ചെയ്തത് എന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ CBI അന്വേഷണം ഇയാൾ പ്രഖ്യാപിക്കുന്നു. CBIനെ പറ്റി അന്വേഷിക്കുന്നു. അതായത് ഇത് കേസ് കോഷ് ചെയ്യാൻ വേണ്ടി സ്കൂൾ മാനേജ്മെന്റ് അവിടെ വരുന്നു, അത് തള്ളിക്കളയുന്നു. CBI അന്വേഷണത്തിൽ സ്കൂളിന് ക്ലീൻ ചിട്ട് കൊടുത്തു. അതായത് ഈ പെൺകുട്ടി അവരെല്ലാം ഈ സ്കൂളിൽ പഠിക്കാൻ വരുന്നതിന് 10-15 വർഷം അവരെ കൺവേർട്ടഡാ. അപ്പൊ ഇതാണ് ബേസിക്കലി ഇയാൾ അത്രമാത്രം മൈനോറിറ്റിക്കെതിരെയാണ്, ക്രിസ്ത്യൻസിനെതിരെയാണ്, ദളിറ്റ്സിനെതിരെയാണ്. പല ദളിറ്റ്സ് ലോയേഴ്സിനെ ഇയാൾ പറയുന്നത് കോമഡി ജോക്കർ എന്നാണ് പറയുന്നത്. അതായത് ബ്രാഹ്മിൺസ് ആയുള്ള ലോയേഴ്സിന് ഇയാളുടെ ബെഞ്ചിൽ വരുമ്പം അവർക്കിഷ്ടം പോലെ എല്ലാ രീതിയിലുമുള്ള റിലാക്സേഷൻ ഉണ്ട്, അവർക്ക് അനുകൂലമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല, പല മദ്രാസ് ഹൈക്കോടതിയിലെ പല സീനിയർ ആയിട്ടുള്ള ലോയേഴ്സിന്റെ സ്റ്റേറ്റ്മെന്റുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പോവുകയാണ്. ഇതിനെതിരെ ഇയാൾക്കെതിരെ അവിടുത്തെ ചെന്നൈ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ മുമ്പിൽ പല പരാതികളും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി അയാൾ പറയുന്നത് അന്ന് ആ സമയത്ത് കോവിഡ് സമയത്ത് അവരാണ് ഈ കോവിഡ് തമിഴ്നാട്ടിൽ കൊണ്ടുവന്നത്. അതൊക്കെ ഒരു വല്ലാത്തൊരു നോൺസെൻസ് സ്റ്റേറ്റ്മെന്റ് ആണ് ഈ പറയുന്നത്. അതായത് ദളിറ്റ്സിനെ പാടില്ല, മുസ്ലിം കമ്മ്യൂണിറ്റിയെ പാടില്ല, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ പാടില്ല, മറ്റുള്ള കമ്മ്യൂണിറ്റി അതായത് അൺടച്ചബിലിറ്റി പോലും അംഗീകരിക്കുന്ന ഒരാളാണ്. അതാണ് ഇയാൾ പറയുന്നത് സനാതനത്തിന്റെ മൂല്യം, അതാണ് ഹിന്ദു കൾച്ചർ. ആ രീതിയിലാണ് പുള്ളി പറയുന്നത്. അതായത് ദളിറ്റ്സിനെ പോലും മാനിക്കാൻ ഇയാൾ തയ്യാറില്ല. അതായത് കട്ടറായിട്ടുള്ള തമിഴ്നാട് അപ്പർ കാസ്റ്റ് ബ്രാഹ്മണനാണ് ഇയാൾ. ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഘടകം. എന്താണ് ഈ മധുരയിലെ വിളക്കുമായി ബന്ധപ്പെട്ട ഇഷ്യൂ? മധുര ഹൈക്കോടതി ബെഞ്ചില് അവിടെ ഒരു ഹിൽ സ്റ്റേഷനില് എല്ലാ വർഷവും ഒരു സമയത്ത് അവിടെ ഒരു മലയുടെ മുകളിൽ വിളക്ക് കത്തിക്കാറുണ്ട്. അതിന് തൊട്ടപ്പുറത്തായിട്ട് ഒരു ഇസ്ലാമിക് ദർഗയുണ്ട്. അപ്പൊ ഇപ്രാവശ്യം പുള്ളി ഒരു ജഡ്ജ്മെന്റിൽ കൂടെ അങ്ങ് പറഞ്ഞു, അവിടെ വളരെയധികം പേര് വിളക്ക് കത്തിക്കാൻ പോകുന്നുണ്ട്, അപ്പുറത്ത് ദർഗയുണ്ട്, അവർക്ക് പോലീസിന്റെ പ്രൊട്ടക്ഷൻ സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുത്തില്ലെങ്കിൽ CISF പ്രൊട്ടക്ഷൻ കൊടുക്കണം. അതായത് വെറുതെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു പ്രശ്നമുണ്ടാക്കി അവിടെ വർഗീയ കലാപം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചില ഉത്തരവുകൾ ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളത് സത്യം തന്നെയാണ്. അതായത് ഇനി ഇത് നമ്മൾ യഥാർത്ഥ രീതിയിലോട്ട് കടക്കണം. എന്തുകൊണ്ടാണ് ഇയാൾക്ക് ഇത്രമാത്രം DMK-യോടും കരുണാനിധിയോടും വെറുപ്പ്? അതിന് കാരണമുണ്ട്. ഈ DMK, അതായത് ഈ കലൈഞ്ചർ എന്ന് പറഞ്ഞ കരുണാനിധി, അയാളുടെ പൊളിറ്റിക്സിലെ വരവോടുകൂടിയാണ് അപ്പർ കാസ്റ്റ് ബ്രാഹ്മിൺസിന്റെ വലിയൊരു മേധാവിത്വം. നിങ്ങൾ മനസ്സിലാക്കണം, നേരത്തെ MGR ഇരുന്നപ്പോഴും അതുണ്ടായിട്ടില്ല. ജയിലധികം തൊടാൻ പറ്റില്ല. MGR എന്ന് വെച്ചാൽ ഒരു അപ്പർ കാസ്റ്റ് അല്ലെങ്കിൽ തന്നെ ഈ നായർ കമ്മ്യൂണിറ്റിയായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരാളാണ്. ജയലളിതയാണെങ്കിൽ അപ്പർ കാസ്റ്റ് അയ്യങ്കാർ കമ്മ്യൂണിറ്റി എന്നാണ്. പക്ഷെ ഈ പറയുന്ന കരുണാനിധി തമിഴ്നാട് പൊളിറ്റിക്സിൽ വന്നതോടുകൂടിയാണ്, ആക്റ്റീവ് ആയതോടുകൂടിയാണ്
തമിഴ്നാടിൽ നിന്നും തമിഴ്നാട് സ്റ്റേറ്റിൽ നിന്നും ദ്രാവിഡിയൻ വേഴ്സസ് സനാതനം ഒരു സംഭവം ഉണ്ടായി. അതിനകത്ത് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രാഗൽഭ്യം, അതായത് ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ബ്രാഹ്മിൻസ് കമ്മ്യൂണിറ്റിയെ ഗ്രാജുവലായിട്ട് അങ്ങ് പുറത്തായി. ഇപ്പൊ നിങ്ങൾ മൂവി ഇൻഡസ്ട്രി നോക്കുക. മൂവി ഇൻഡസ്ട്രിക്കകത്ത് ഒരു സമയത്ത് മുഴുവനും തമിഴ്നാട്ടിലുള്ള ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റിയുടെ ആണ് കംപ്ലീറ്റ് മുഴുവനും ചെയ്യുന്നത്. ഇന്ന് വിരലിൽ എണ്ണാവുന്നതിന് മാത്രമേ ഉള്ളൂ. ഇന്ന് ബാക്കിയുള്ളവരെല്ലാം തമിഴ്നാട് ഈ ആന്റി ബ്രാഹ്മിൻസുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരാണ്. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാന ഘടകം. അതായത് മൂവി ഇൻഡസ്ട്രിയിൽ നിന്ന് ബ്രാഹ്മിൻസിനെ മുഴുവൻ എഴുതുകയാണ്. അതേപോലെ തന്നെ തമിഴ്നാട് പൊളിറ്റിക്സ് ബ്രാഹ്മിൻസ് കംപ്ലീറ്റ് സീറോ ആയിട്ട് അങ്ങ് മാറി. ഒരു സമയത്ത് തമിഴ്നാട് പൊളിറ്റിക്സിലാണെങ്കിലും ബ്യൂറോക്രസിയിലാണെങ്കിലും ജുഡീഷ്യറി ആണെങ്കിലും ബ്രാഹ്മിൻസിന്റെ മേധാവിത്വത്തിലായിരുന്നു. ഇത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് നീക്കം ചെയ്തു. അതായത് തമിഴ്നാടിൽ ഒരു കൾച്ചർ കൊണ്ടുവന്നു, ദ്രാവിഡിയൻ കൾച്ചർ. അതിനകത്ത് പ്രത്യേകിച്ച് മതമൊന്നിൽ ഇഷ്ടമുള്ള മതത്തെ വിശ്വസിക്കുക, ആ രീതിയിൽ പോകാം. അതിനകത്ത് ഈ സനാതനം എന്ന് പറഞ്ഞ സാധനം കയറി വരാൻ പാടില്ല. ദളിറ്റ്സിന് റൈറ്റ് കൊടുത്തു. അതായത് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഇന്ത്യയെ തന്നെ നോക്കുവാണെങ്കിൽ പല റിപ്പോർട്ടുകളുമുണ്ട്, എനിക്കും പേഴ്സണലി അറിയാവുന്നതാണ്. ഏറ്റവും കൂടുതൽ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഉള്ള ഒരു സ്റ്റേറ്റ് ആയിരുന്നു ഈ തമിഴ്നാടെന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ മതിൽ വരെ ഉണ്ട്. മധുരയിൽ ഊത്താപ്പെടുന്നത് വലിയ വിവാദമായത്. പിന്നെ അത് പൊളിച്ചൂരകളാണ്. അതായത് DMK ഒക്കെ വന്ന ശേഷം പൊളിച്ചൂരകളാണ്. ഒരു ചായക്കടയിൽ പോയി കഴിഞ്ഞാൽ അപ്പർ കാസ്റ്റിന് കുടിക്കാൻ വേറെ ഗ്ലാസ്, ലോവർ കാസ്റ്റിന് കുടിക്കാൻ വേറെ ഗ്ലാസ്. ഒരു ബാർബർ ഷോപ്പില് അപ്പർ കാസ്റ്റിന് മാത്രം കട്ട് ചെയ്യുന്നത്, ലോവർ കാസ്റ്റിന് വേറെ മാത്രം കട്ട് ചെയ്യുന്നത്. ഇതിനൊക്കെ അറുതി, അതായത് ഇതുമായിട്ട് ഫൈറ്റ് ചെയ്തത് മുഴുവനും DMK ആണ്. ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ ഇത്ര ഫാസ്റ്റ് ആയിട്ട് ക്രിസ്ത്യൻ കൺവേർഷൻ ഉണ്ടാകാനുണ്ടായ കാരണം. നിങ്ങൾക്ക് വേറെ പല ഇഷ്യൂസും ഒക്കെ ഉണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ കാസ്റ്റ് ആണ് അവിടെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ കൺവേർഷനിലോട്ട് പോയത്. അപ്പൊ അതിന്റെ പേരിൽ ഇവരൊരു ഭയങ്കര മെജോറിറ്റി ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, ഈ കൺവേർട്ടഡ് ക്രിസ്ത്യൻ. അതിന്റെ പേരിൽ 2023 സ്റ്റാലിൻ ഗവൺമെന്റ് തമിഴ്നാട് നിയമസഭയില് ഒരു ബില്ല് പാസ്സാക്കി, യുനാനിമസ് ആയിട്ട്. അതായത് കൺവേർട്ട് ചെയ്തു പോയ തമിഴ്നാട്ടിലെ, അതായത് ഹിന്ദുക്കൾ കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ദളിറ്റ്സിന് റിസർവേഷൻ കൊടുക്കണം അതേപോലെ തന്നെ. അപ്പൊ അതിനെ അന്ന് എതിർത്തത് ഒരു തമിഴ്നാട്ടിലുള്ള BJPയുടെ ഒരു MLA മാത്രമാണ്. എതിർത്താലും അയാൾ അബ്സ്റ്റെയിൻ ചെയ്ത് പോവാണ്, എതിർക്കാൻ പറ്റുന്നില്ല. കാരണം ADMK അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതാണ് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞത്. തമിഴ്നാടിന്റെ ജോഗ്രഫിയും ഡെമോഗ്രഫിയും അതിന്റെ പോപ്പുലേഷന്റെ ആളെടുപ്പ് മുഴുവനും മാറിക്കിടക്കുകയാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. അപ്പർ കാസ്റ്റിന് ഈ പറയുന്ന ദളിറ്റ്സിനെയും അതേപോലെ ബാക്ക്വേർഡ് ക്ലാസ്സിനെയും അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായി. ഈ സനാതനം വെച്ചുകൊണ്ടിരുന്നതിന്റെ കാര്യമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇത് അവിടെ ഭയങ്കര മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് DMKയുടെ പല മന്ത്രിമാരും, അതായത് സ്റ്റാലിന്റെ മകനാണെങ്കിൽ ഉദയനിധി പോലും സനാതനത്തിനെതിരെ പറയുമ്പോൾ തമിഴ്നാട്ടിൽ വലിയ പോപ്പുലാരിറ്റിയാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് BJPക്ക് തമിഴ്നാട്ടിൽ തൊടാൻ പറ്റാത്തതിന്റെ കാര്യം. കാരണം സനാതനത്തെ, ആ ധർമ്മത്തെയും ഹിന്ദു മിത്തോളജിയുടെ പലതിനെ എതിർക്കുന്ന വലിയൊരു ദ്രാവിഡിയൻ കമ്മ്യൂണിറ്റി. അതാണ് ദ്രാവിഡിയൻസ് എന്ന് പറയുന്നത്. നമ്മൾ പെരിയാറിന്റെ മുകളിലുള്ള ചരിത്രം എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കും. അതൊരു റവല്യൂഷണറി മൈൻഡ് ആയിരുന്നു. അതായത് ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഇന്ത്യയിൽ വേണ്ടത് ക്ലാസ് അല്ലായിരുന്നു, കാസ്റ്റ് ആയിരുന്നു എന്ന് ആദ്യം ഏറ്റവും കൂടുതൽ പറയുന്ന ആരാണ്? ഈ ദ്രാവിഡിയൻ കമ്മ്യൂണിറ്റിയാണ്. അതുകൊണ്ടാണ് തമിഴ്നാട്ടിലെ കമ്മ്യൂണിസത്തിനല്ല കൂടുതൽ വന്നത്, ഈ ദ്രാവിഡിയൻ പാർട്ടികൾക്കാണ് കൂടുതൽ അപ്പർ ഹാൻഡ് ഉണ്ടായത്. കാരണം കാസ്റ്റ് ആണ് അവിടുത്തെ ഏറ്റവും വലിയ ഇഷ്യൂ. ഇന്നത്തെ തമിഴ്നാടിന്റെ ഇഷ്യൂ എന്ന് പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത്, അവിടെ അപ്പർ കാസ്റ്റിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പ്രധാന ഇഷ്യൂ എന്ന് പറയുന്നത്, ഈ പറയുന്ന അപ്പർ കാസ്റ്റിന് എവിടെയും സാന്നിധ്യമില്ലാതായി, അവർക്ക് ജോലി പോലും കിട്ടാതായി. കാരണം അപ്പർ കാസ്റ്റ് ആണ്, റിസർവേഷൻ ഒന്നുമില്ല. ഈ പറയുന്ന ദളിറ്റ്സിനും ആ സ്റ്റേറ്റ് കൊടുക്കുന്ന, കൺവേർട്ടഡ് ആയിട്ടുള്ള ദളിറ്റ്സിന് ആ സ്റ്റേറ്റ് കൊടുക്കുന്ന റിസർവേഷൻ ഉണ്ട്. ഇവര് കംപ്ലീറ്റ് ആയിട്ട് ഐസൊലേറ്റഡ് ആയിപ്പോയി.
ഇതാണ് എന്റെ കാര്യം. ഞാനത് പല വീഡിയോകളിലും പല ആവർത്തിലും പല സ്റ്റേറ്റിനെയും ഖണ്ഡിച്ച് പറയുമ്പോൾ ഒരു സമയത്ത് നിങ്ങൾ കണ്ടോണം, ഇന്ത്യയിലെ ബാക്ക്വേർഡ് ക്ലാസ് എന്ന് പറയുന്നത്, അതായത് ഷെഡ്യൂൾ കാസ്റ്റും ഷെഡ്യൂൾ ട്രൈബും മറ്റ് അതർ ബാക്ക്വേർഡ് ക്ലാസ്സും ഒരു സമയത്ത് ഇന്ത്യ ഭരിക്കും. ശക്തമായ ഭൂരിപക്ഷത്തിൽ ഇന്ത്യ ഭരിക്കും. കാരണം അത്രമാത്രം ക്രൂരതയാണ് ഈ സനാതനികളും ഈ അപ്പർ കാസ്റ്റുകളും ഈ ബാക്ക്വേർഡ് ക്ലാസ്സിനോട് കാണിച്ച്. അതിന്റെ ക്ലാസ് തെളിവാണ് തമിഴ്നാട്. അതുകൊണ്ടാണ് തമിഴ്നാട്ടിലെ RSSന്റെ നേതാവ് മോഹൻ ഭാഗവത് ഹിന്ദു ഉണർന്നു തമിഴ്നാട്ടിൽ ഇതുമായിട്ട് അനുബന്ധിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് പോലും അതിനെ പോലും വളരെ മോശമായിട്ടാണ് റിജക്ട് ചെയ്തിരിക്കുന്നത്. ആരൊക്കെ? അവിടുത്തെ പ്രതിപക്ഷമായ DMK മിണ്ടുന്നില്ല. BJPക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയാണെങ്കിൽ BJPക്ക് അകത്തുള്ള ബാക്ക്വേർഡ് ക്ലാസ്സും BJPയെ തള്ളി പറയും. ഇതാണ് അവിടുത്തെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതായത് അവിടെ കാസ്റ്റ് ബേസ്ഡ് ആണ് പൊളിറ്റിക്സ്. അതിന്റെ കാരണക്കാരൻ ഈ സനാതനികൾ തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു ഘടകമായിട്ട് GR സ്വാമിനാഥൻ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇതിനൊരു പോളറൈസ്ഡ് ആയിട്ട് രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത് ഈ പറയുന്ന അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ബ്രാഹ്മിൺ കമ്മ്യൂണിറ്റി വീണ്ടും ഐസൊലേറ്റ് ചെയ്യും, ഒറ്റപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഏറ്റവും നല്ലത് ഇത് ആമിക്കബിൾ ആയിട്ട് സെറ്റിൽ ചെയ്യുക, ഇതേപോലെയുള്ള ജഡ്ജിന്റെ കോൺട്രവേഴ്ഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ മാറ്റുക. ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥിതിക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. സനാതന ധർമ്മങ്ങളുടെ നീതിന്യായ വ്യവസ്ഥ ഇന്ത്യയിൽ ഓടത്തില്ല. ഇതൊക്കെ അങ്ങ് വീട്ടിൽ വെച്ചാൽ മതി. സനാതന ധർമ്മ നീതിയാണിത്. ആ നീതിയിലാണ്, മനുസ്മൃതിയിലാണ് എല്ലാം പോകുന്നത്. അങ്ങനൊന്നുമല്ല. അംബേദ്കർ സ്മൃതിയിലും ഇന്ത്യയുടെ ഭരണഘടനയിലും എന്താണ് ഇന്ത്യയുടെ സെക്യുലർ സൊസൈറ്റി, എങ്ങനെയാണ് ഇന്ത്യ ഒറ്റയ്ക്ക് നിൽക്കേണ്ടത്, ആ രീതിയിലാണ് ഇന്ത്യ പോകേണ്ടത്. ഇതേപോലെയുള്ള വിടുവാക്കം പറയുന്നവർക്ക് ഇംപീച്ച്മെന്റ് എന്നല്ല, ഇന്ത്യയിൽ പോലും സ്ഥാനം കിട്ടില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് തമിഴ്നാട്ടിലെ ജഡ്ജ് GR സ്വാമിനാഥനുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂവില് തമിഴ്നാട് ഒന്നടങ്കമാണ് ഇയാളെ തള്ളിക്കളയുന്നത്.